എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും പതിവ് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു തേയില വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തൊണ്ടവേദനയും പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ തേയില വെള്ളം കുടിക്കും. അപ്പോൾ തേയില വെള്ളമൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഇന്ന് തേയില വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് മേടിച്ചതിന് കുറച്ച് ബിസ്ക്കറ്റ് ഞാനും എടുത്ത് അങ്ങനെ ഞാനും അവിടെ ഇരുന്ന് തേയില വെള്ളം കുടിക്കുക. അപ്പം ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നു, കുറേ നാൾ മുന്നേ മേടിച്ച പാവക്കുട്ടിയാണ്. അപ്പം ഗോപു അത് എവിടെ നിന്നോ കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വന്ന് അത് മൊത്തം 3 പേരും കൂടെ കടിച്ച് നശിപ്പിച്ച്. പിന്നെ പിന്നെ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കാശിക്കുട്ടൻ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ട്. അപ്പം ഇന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഇപ്പോൾ വിലക്കുറവല്ലേ. അപ്പോൾ നമ്മുടെ പിള്ളേർ ചിക്കൻ ഇല്ലാതെ ഒരു ദിവസവും ചോറ് കഴിക്കത്തില്ല. മീൻ കൊടുത്താൽ അങ്ങനെ കഴിക്കത്തേ ഇല്ല, അവിടെ വെച്ചേക്കും. പിന്നെ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ചിക്കൻ ഞാൻ മേടിക്കും. അപ്പം അതിൽ നിന്നും കുറച്ച് ചിക്കൻ എടുത്ത് തോരൻ വെക്കാമെന്ന് കരുതി. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അറിയത്തില്ല, എന്നാലും അത് കണ്ടതൊക്കെ വെച്ചൊരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ തോരൻ വെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഒരു വട്ടം തോരൻ വെച്ചിട്ടുണ്ട്, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു, കാശിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ കറിയും അങ്ങനെ ഒന്നും കൊടുക്കത്തില്ല, എരിവൊന്നുമില്ല. പക്ഷേ ഈ ചിക്കൻ തോരൻ വെച്ച് തന്ന അവന്മാർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു, ബ്ലാക്കിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് ഇച്ചിരി തോനെ എടുത്ത് ചിക്കൻ തോരൻ വെക്കാമെന്നായിരുന്നു. അപ്പോൾ ഞാനതിന് കുറച്ച് ഒരു സവാളയും കുറച്ച് ചുമന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്കിവിടെ കറിവേപ്പിലയില്ല. അടുത്തൊക്കെ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങളുടെ വീട്ടിൽ നട്ട് വളർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ ആരുടെ ചോദിക്കാൻ പോകത്തില്ല. പിന്നെ കടയിലെങ്ങാനും പോകുമ്പം ഇത്തിരി കറിവേപ്പില മേടിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം കറിവേപ്പില ഇല്ല, തീർന്നു, അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല. പിന്നെ 2 പച്ചമുളകും ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് ഞാൻ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കരളിട്ടതെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അവർക്ക് കരൾ നല്ലോണം ഞെവടി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. പിന്നെ ഞാൻ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറി മസാലയും കൂടി ഇട്ട് ഞാനത് വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ചു വെച്ച് വേവിക്കുകയാണേ. പിന്നെ ഞാനത് ചതയ്ക്കാനുള്ള കുറച്ച് തേങ്ങയും കറി മസാലയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് ചതച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ അവിടെ കിടന്ന് നല്ലോണം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പിള്ളേർക്ക് വേണ്ടി, അവർക്ക് വൈകുന്നേരത്തേക്ക് വേണ്ടി കുറച്ച് ചിക്കനും കരളും എല്ലാം എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചിക്കനൊക്കെ ഒരു വിധം വെന്ത് വന്നപ്പോഴത്തേനും ഞാൻ ചതച്ചുകൊണ്ട് വെച്ചിരുന്ന ആ അരപ്പെല്ലാം കൂടെ അതിനകത്തോട്ട് തട്ടിയിട്ട്, എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളവും കൂടെ അതിനകത്ത് ഒഴിച്ച് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിക്കുകയാണേ. അപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ചിക്കൻ ആ വെള്ളത്തിൽ കുറേ കിടന്ന് വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല പറ്റുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു. പിന്നെ വൈകിട്ടാണ് വീഡിയോ എടുത്തത്. കാശിക്കുട്ടൻ വന്നിട്ട് അവന് കുറച്ച് പഠിക്കാനുണ്ട്, അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്നു. പെണ്ണിന് വൈകിട്ട് പിന്നെ ചോറ് കൊടുത്തിട്ട് അവൾ വേണ്ട, അത് മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പിന്നെ കാശിക്കുട്ടൻ കുറച്ച് സാധനം മേടിക്കാൻ കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസത്തേക്കുള്ള സാധനമാണ് കേട്ടോ. പിന്നെ നെയ്യ്, ചിലപ്പം കറിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ നെയ്യ് കൂട്ടി അവന്മാർക്ക് ചോറ് കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞ് നെയ്യ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടന് ഡാർക്ക് ഫാൻറ്റസിയും, ഗോപുവിന് 50-50യും, ബ്ലാക്കിക്ക് പാർലേജിയും. പിന്നെ ചിക്കു ഇങ്ങനെ കടപ്പലഹാരം ഒന്നും കഴിക്കത്തില്ല. ഇടയ്ക്കെങ്ങാണം ഇത്തിരി ആരോ റൂട്ട് വിശക്കുവാണെങ്കിൽ മാത്രം കൊടുത്താൽ ഒരിത്തിരി കഴിക്കും, അല്ലാതെ അവനിങ്ങനെ കടപ്പലഹാരം ഒന്നും വേണ്ട. അവന് ചോറും ചിക്കനും മീൻകറിയും അങ്ങനെ ഇതൊക്കെ മാത്രം മതി. പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, വറുത്ത് തേയില വെള്ളത്തിൻ്റെ കൂടെ കഴിക്കാൻ. ഇത്തിരി ശർക്കരയും. പിന്നെ അതെല്ലാം പറക്കി വെച്ചിട്ട് പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇച്ചിരി തിളപ്പിക്കാൻ വേണ്ടി അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാല് തിളപ്പിച്ച് അവർക്ക് കൊടുക്കാനും പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചായ ഇടാനും വേണ്ടി. ഇപ്പോൾ അടുപ്പിച്ച് പാല് മേടിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ അങ്ങനെ മേടിക്കത്തൊന്നുമില്ലായിരുന്നു. ഇപ്പം വൈകുന്നേരം അവന്മാർക്ക് ഇച്ചിരി പാല് കൊടുക്കാൻ വേണ്ടി ഞാൻ സ്ഥിരം അങ്ങനെ പാല് കൊടുക്കത്തില്ല, കൊടുത്തുവിടുന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. പക്ഷേ ചിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഗോപു അങ്ങനെ കുടിക്കത്തൊന്നുമില്ല. എന്നാലും ഞാൻ ഇപ്പോൾ അടുപ്പിച്ചിങ്ങനെ പാല് മേടിക്കുന്നുണ്ട്. അതിൽ നിന്ന് തിളപ്പിച്ച് കുറച്ച് അവർക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചായ ഇടുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ ചായ അങ്ങനെ കുടിക്കത്തില്ല. റസ്കോ ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ തേയില വെള്ളമാണ് എനിക്കിഷ്ടം. ഞാൻ ഒത്തിരി ഒരു ദിവസം കുറേ ഗ്ലാസ് തേയില വെള്ളം കുടിക്കും. പിന്നെ ഞാൻ കുറച്ച് എടുത്ത് അവന്മാർക്ക്
പാലെടുത്ത് തണുക്കാൻ മാറ്റി വെച്ചിട്ട് കുറച്ച് നല്ല കടുപ്പത്തിന് ചായ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തേയിലേക്കിട്ട് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേയില കുറവാണെന്ന് തോന്നിയപ്പോഴത്തേന് പിന്നെ കുറച്ചും കൂടെ ഇട്ട് കേട്ടോ. അതും കൂട്ട് ചായയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നാളത്തേക്കുള്ള കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കാശിക്കുട്ടന് നാളെ സ്കൂളിലല്ല, അവന് ഒരു ആസ്വാദനക്കുറിപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടി മറ്റൊരു സ്കൂളിലോട്ട് പോകുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി രാവിലെ ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് രാവിലെ ജോലിയൊക്കെ ഒതുക്കണുണ്ട്. തലേന്ന് തന്നെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 4 മുട്ട എടുത്ത് പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ബിസ്ക്കറ്റും ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേന് ചിക്കുവിന് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അവന് 2 മുട്ട പുഴുങ്ങി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അത് 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുളിക്കാൻ വേണ്ടി വെള്ളം ചൂടാക്കാൻ വെച്ചു. തൊണ്ടവേദന ഉള്ളതുകൊണ്ട് വെള്ളം ചൂടാക്കി കുളിക്കാൻ. അതുപോലെ ഇന്ന് മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് പിന്നെ വെള്ളം ചൂടാക്കി കുളിക്കാമെന്ന് കരുതി. പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും തേയില വെള്ളം ഇട്ട് കേട്ടോ. തേയില വെള്ളം ഇട്ടിട്ട് റസ്ക്കും കപ്പലണ്ടിയും അതൊക്കെ എടുത്ത് കഴിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ.